ഹലോ എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EM വേവ്സ് ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. സോ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. വാട്ട് മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ദ കറണ്ട് ഇൻ വാക്യൂം ഓർ ഡയലക്ട്രിക് വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ് വിത്ത് ടൈം. സോ ഈ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി ഞാനൊരു DC കണക്ട് ചെയ്യാന്ന് വിചാരിക്കും. DC കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചാർജ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി +Q അതേപോലെ -Q എന്നുള്ള ചാർജ് വന്ന സിറ്റുവേഷനിൽ ഞാൻ പറയുന്നത് DC കണക്ട് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കപ്പാസിറ്റർ ചാർജ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ഉണ്ടാകുമ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷൻ, ഇവിടെ പ്ലസ് മൈനസ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ വാരി ചെയ്യുന്നോടത്ത് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുന്നോടത്ത് ഉണ്ടാവുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് സിംപ്ലി എന്ത് മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ അഗൈൻ ടു ദ ഡെഫിനിഷൻ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻ വാക്വം ഓർ dielectric when electric field is changing with the time, and the equation for displacement current is ID is equal to epsilon 0 into d phi E divided by dt. Epsilon 0 into d phi E divided by dt, where നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന IC ഇസ് കോൾഡ് കണ്ടക്ഷൻ കറണ്ട്. ദെൻ ഈ വാക്കത്തിലൂടെ അല്ലെങ്കിൽ ഡയലക്ട്രിലൂടെ പോകുന്ന കറണ്ടിനെ വിളിച്ച പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഈക്വൽ ആണ്. കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും എന്താണ് മക്കളെ? ഈക്വൽ ആണ്. ദെൻ മാക്സ്വെൽ ഇക്വേഷൻസ് ഇൻ വാക്വം. വാക്വത്തിൽ മാക്സ്വെൽ ഇക്വേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ക്ലോസ് ഇന്റഗ്രൽ E dot dA is equal to Q divided by E epsilon 0. It's called Gauss law for electrostatics. Then Gauss law for magnetism എന്താണ്? ക്ലോസ് ഇന്റഗ്രൽ B dot dA is equal to 0. Then Faraday's law, closed integral E dot dl is equal to minus d phi b divided by dt, and closed integral B dot dl is equal to mu 0 IC plus mu 0 ID, where equation ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ B dot dl is equal to mu 0 IC plus mu 0 ID. ഈ ഐഡിയെ വിളിച്ച പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എപ്സിലോൺ 0 into d phi E divided by dt. സോ നിർബന്ധമായിട്ടും നിങ്ങൾ എന്തോ ഓർത്ത് വെക്കണം? മാക്സ്വെൽ ഇക്വേഷൻസ് ഓർത്ത് വെക്കണം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. There's a possibility. So next, electromagnetic waves, EM waves. EM wavesന്റെ എങ്ങനെയാണ് EM വേവ്? സോഴ്സ് ഓഫ് EM വേവ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ, സോഴ്സ് ഓഫ് EM വേവ് എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റിംഗ് അല്ലെങ്കിൽ ഓസിലേറ്റിംഗ് ചാർജ്. ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ചാർജിന് എക്സാമ്പിൾ ആണ് എന്ത്? ഓസിലേറ്റിംഗ് ചാർജ്. ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? EM വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ മീഡിയത്തിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ആ ടൈം വാരിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത്? പ്രൊപ്പഗേറ്റ് ഇൻ സ്പേസ് എന്ന് വിളിക്കുന്ന പേരാണ് മക്കളെ EM വേവ്സ്. EM വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം വാരിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ഇൻ സ്പേസ്. സോ ഇലക്ട്രിക് ഫീൽഡ് വാരി ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു, മാഗ്നറ്റിക് ഫീൽഡ് വാരി ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ ടൈം വാരിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ഇൻ സ്പേസ് എന്ന് വിളിക്കുന്ന പേരാണ് EM വേവ്. ഈ EM വേവിന്റെ സോഴ്സ് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരണം എന്ത്? ആക്സിലറേറ്റിംഗ് ചാർജ് ആണ് അതിന്റെ സോഴ്സ്. ഈ ആക്സിലറേറ്റിംഗ് ചാർജിന് എക്സാമ്പിൾ ആയി നമ്മൾ പറയുന്നതാണ് ഓസിലേറ്റിംഗ് ചാർജ്. ദെൻ EM വേവ്സിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ വാല്യൂ പഠിച്ചിരിക്കണം. സ്പീഡ് ഓഫ് EM വേവ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റിന് ഈക്വൽ ആണ്. അതിന്റെ വാല്യൂ 3 into 10 raised to 8 meter per second. 3 into 10 raised to 8 meter per second is the value. Then next, transverse nature of EM wave. എന്തുകൊണ്ട് ട്രാൻസ്വേഴ്സ് നാച്ചർ എന്ന് പറയുന്നത്? വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണ് വേവിന്റെ പ്രൊപ്പഗേഷൻ എങ്കിൽ അതിനെ വിളിക്കുന്നത് വേവിന്റെ പ്രൊപ്പഗേഷന് നമ്മുടെ പാർട്ടിക്കിൾസിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ മീഡിയത്തിന്റെ പ്രൊപ്പഗേഷൻ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വേവ് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണെങ്കിൽ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ നേരെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് മോഷൻ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് മോഷൻ. ദെൻ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലേക്കാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിച്ച പേരാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്. സോ ട്രാൻസ്വേഴ്സ് നാച്ചർ ഓഫ് EM വേവിൽ നിങ്ങൾ ഓർക്കണം, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Y ആക്സിലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ആക്സിലാണ്. അതിന് രണ്ട് ഇക്വേഷൻ നമ്മൾ വേവിന്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾ ഓർക്കണം. EY is equal to E0 into sin omega t minus kx, and BZ is equal to B0 into sin omega t minus kx. Here x is represent the direction of wave propagation. ഈ EM വേവ് എങ്ങോട്ടേക്കാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ EM വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് X ആക്സിലേക്കാണ്. മൈനസ് ഇവിടെ ഇൻ ബിറ്റ്വീൻ സൈൻ നെഗറ്റീവ് ആവുമ്പോൾ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് X ഡയറക്ഷൻ. ഇവ തമ്മിൽ ഉണ്ടാവുന്ന സൈൻ പ്ലസ് ആവുന്ന സമയത്ത് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് നെഗറ്റീവ് X ഡയറക്ഷൻ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് Y ആക്സിലും മാഗ്നറ്റിക് ഫീൽഡ് Z ആക്സിലും ആയിരിക്കും. ദെൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്
ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ വേവ് എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിക്കേണ്ട റിലേഷൻ ആണ് ഇ ക്രോസ് ബി. ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കിട്ടും. ദെൻ അതേപോലെ തന്നെ വേവിന്റെ സ്പീഡ് E0/B0, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ആൻഡ് ബി, അതായത് E0 പീക്ക് വാല്യൂ ഓഫ് ഇ ആൻഡ് ബി, E0/B0 ഓർ ω/k. ഈ രണ്ട് റിസൾട്ടും നിങ്ങൾ ഓർക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ സ്പീഡ് ഓഫ് EM വേവ്. സ്പീഡ് ഓഫ് EM വേവിന്റെ ഇക്വേഷൻ ആണ് C is equal to 1/√μ0ε0. സ്പീഡ് ഓഫ് EM വേവ് ഇൻ മീഡിയം, ഒരു മീഡിയത്തിൽ എത്തുന്ന സമയത്ത് വേവിന്റെ ഇക്വേഷൻ വിൽ ചേഞ്ച് ടു C is equal to, ഓർ വേവിന്റെ EM വേവ് എന്ന് പറയുന്ന സമയത്ത് മീഡിയത്തിലാവുന്ന സമയത്ത് V is equal to 1/√μm into epsilon m. ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് V√μr into epsilon r μ0 into epsilon 0 എഴുതാൻ പറ്റും. 1/μ0 into epsilon 0 നമുക്ക് എന്ത് വിളിക്കാം? C എന്ന് വിളിക്കാം. C/√μr into epsilon r. സോ ഇതാണ് ഇവിടെ m കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോ ദിസ് ഇസ് അനദർ ഇക്വേഷൻ ഫോർ അനദർ റിലേഷൻ, അല്ലെങ്കിൽ സെയിം ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നു. വെലോസിറ്റി ഓഫ് EM വേവ് ഇൻ എ മീഡിയം ഇസ് ഈക്വൽ ടു C/√μr into epsilon r. Then the next one is refractive index. Well, C velocity of medium divided by C. Refractive index is equal to C/V. There is a small correction. Refractive index in the relation പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, N is equal to C/V. So N is equal to C divided by V എന്ന് പറഞ്ഞാൽ C divided by √μr into epsilon r. സോ താഴത്തുള്ള √μr epsilon r കറങ്ങി മുകളിലേക്ക് വരും. CC കട്ട് ചെയ്താൽ വി ഗെറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ √μr into epsilon r. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുന്ന കേസാണ്. ഡയറക്റ്റ് ചോദ്യങ്ങൾ വരും. എവിടൊക്കെ? ഒന്ന് നിങ്ങളോട് ചോദിക്കുന്നു സ്പീഡ് ω/k അല്ലെങ്കിൽ E0/B0, ഒന്ന് ഡയറക്ഷൻ ചോദിക്കും. രണ്ടാമത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കും, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് EM വേവിന്റെ മീഡിയം ചോദിക്കും. ഇതൊക്കെ ഡയറക്റ്റ് വരുന്ന ചോദ്യങ്ങളാണ്. ദെൻ ചോദ്യം നോക്കൂ. ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ പ്ലെയിൻ EM വേവ് ഈസ് ഗിവൺ ബൈ B is equal to 2 × 10⁻⁸ sin 0.5 × 10⁻³ x plus 1.5 × 10⁻11t. The amplitude of electric field would be. We know that C is equal to E0/B0. So E0 എന്ന് പറഞ്ഞാൽ C into B0. C ന്റെ വാല്യൂ 3 × 10⁸ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി 2 × 10⁻8 ആണ്. 10⁸ 10⁻8 കട്ട് ചെയ്താൽ 3 × 2 that will give 6 ആയിരിക്കും. 6 വോൾട്ട് പെർ മീറ്റർ will be the right answer. Then 6 വോൾട്ട് പെർ മീറ്റർ along x axis കൊടുക്കുന്നുണ്ട്, along z axis കൊടുക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? നിങ്ങൾ നോക്ക്, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് J ആണ്, y ആക്സിലാണ്. വേവ് പോകുന്നത് x ആണ്, എക്സും വൈയും ആണ് എങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? സെഡിലായിരിക്കും. സോ 6 വോൾട്ട് പെർ മീറ്റർ അലോങ് സെഡ് ആക്സിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് E ക്രോസ് ബി എന്നുള്ള ഐഡിയയിലേക്ക് വരാം. വാട്ട് ഈസ് E ക്രോസ് ബി? E ക്രോസ് ബി ഗീവ് എക്സ് ആക്സ് അല്ലേ, ഐ ക്യാപ് കിട്ടണം. സോ മാഗ്നറ്റിക് ഫീൽഡ് J ആണ്, ഐ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? K ആയിരിക്കണം. K ക്രോസ് J ഐ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുക, I/J K, I ക്രോസ് J K, K ക്രോസ് I/J, K ക്രോസ് J എന്തായിരിക്കും? -I ആയിരിക്കും. സോ അവിടെ -I ആണോ +I ആണോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ നിങ്ങൾ നോക്കണ്ട. കാരണം ഇവിടെ ഓപ്ഷനിൽ എന്തില്ല, എലോങ് Z ആണോ അല്ലെങ്കിൽ -Z ആണോ, അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ അതിന്റെ മുകളിൽ ഡൗട്ട്ഫുൾ ആയി നിൽക്കേണ്ട ആവശ്യമില്ല. 3 ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള ലോജിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി ഓപ്ഷനിൽ എലോങ് -Z ആക്സോ എലോങ് +Z ആക്സോ ഉണ്ടാവുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് വേണം അത് ട്രീറ്റ് ചെയ്യാൻ. കറക്റ്റ് E ക്രോസ് ബി ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. Then intensity of EM wave. Energy crossing per unit time perpendicular direction of wave propagation, where intensity is equal to energy by time by into area or power divided by area. Intensity equation ആണ് യൂണിറ്റ് watt per meter square. Watt per meter square. ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഈസിലി ഓർക്കാൻ പറ്റുന്ന ഫോർമുലയാണ് ഇന്റൻസിറ്റിയുടെ റിലേഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഓൾസോ മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാണ്ട് ICU ഓപ്പറേഷൻ തിയേറ്റർ ആലോചിച്ചാൽ മതി. C കഴിഞ്ഞാൽ U എന്തായിരിക്കണം? U ഷുഡ് ബി ½ ε0 E². ഇനി മാഗ്നറ്റിക് ഫീൽഡ് ആവുന്ന സമയത്ത് U ഷുഡ് ബി B² / 2μ0. എനർജി ഡെൻസിറ്റി ആണ്. ICU ഞാൻ ആലോചിക്കൂ, C കഴിഞ്ഞാൽ U എന്തായിരിക്കണം? ½ ε0 E². ഇനി മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ B² / 2μ0 എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ചാൽ ദാറ്റ് വിൽ ബി വെരി ഈസി. യെസ്. ദെൻ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ for electric field ½ ε0 E², magnetic field ½ B² / μ0. ആവറേജ് ആവുന്ന സമയത്ത് ½ ε0 E02. അവിടെ ഞാൻ 0 പീക്ക് വാല്യൂ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ
ഇവിടെയും ടോട്ടൽ ആവറേജ് ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ 0 E0 പീക്ക് വാല്യൂടെ റെപ്രസെന്റേഷൻ കൊടുക്കുന്നുണ്ട്, ഇവിടെയും പീക്ക് വാല്യൂന്റെ റെപ്രസെന്റേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്ന സമയത്ത് യു is equal to സിംപ്ലി നിങ്ങൾക്ക് പറയാൻ പറ്റും ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹാഫ് B0 സ്ക്വയർ ഡിവൈഡ് ബൈ μ0 എന്ന് എഴുതാൻ പറ്റും. സോ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. എനർജി ഡെൻസിറ്റി ഫോർ ഹാഫ് എപ്സിലോൺ 0 ഇലക്ട്രിക് ഫീൽഡ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ, മാഗ്നറ്റിക് ഫീൽഡ് ഹാഫ് B സ്ക്വയർ ഡിവൈഡ് ബൈ μ0. ടോട്ടൽ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹാഫ് എപ്സിലോൺ 0 E0 സ്ക്വയർ ആൻഡ് ഹാഫ് B0 സ്ക്വയർ ഡിവൈഡ് ബൈ 2μ0. ദെൻ ഒരു വേവ് പോയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വേവ് പോയിട്ട് ഒരു സർഫസിൽ പോയി ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മൊമെന്റം ഓഫ് EM വേവ് നിങ്ങൾ ഓർക്കണം, മൊമെന്റം ഇസ് ഈക്വൽ U/c. ഇതേ സാധനം നിങ്ങൾ ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ റേഡിയേഷനിൽ പഠിക്കുന്നുണ്ട്. ദെൻ വേവ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റിംഗ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കൂ, ഒരു വേവ് ഇങ്ങനെ വരുന്നു, ഈ വേവ് അവിടെ തട്ടി തിരിച്ചു വരുന്നില്ലെങ്കിൽ അതിന്റെ മൊമെന്റം U/c ആണ്. സോ ചേഞ്ച് ഇൻ മൊമെന്റം വിൽ ബി U/c. ഇനി ഒരു വേവ് അങ്ങോട്ടേക്ക് പോയി തട്ടി തിരിച്ച് അതേപോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതിന്റെ മൊമെന്റം സെയിം ആണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം വിൽ ബി 2U/c ആയിരിക്കും. വേവ് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ആണെങ്കിൽ 2U/c ആയിരിക്കും. വേവ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ആണെങ്കിൽ വെറും U/c ആയിരിക്കും എന്നുള്ള കാര്യം മക്കൾ ഓർത്ത് വെക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പോയി ഇടിച്ച് തിരിച്ചു വരുന്നില്ല, കംപ്ലീറ്റ്ലി അബ്സോർബിംഗ് ആണെങ്കിൽ ജസ്റ്റ് U/c, തിരിച്ചു വരുന്നുണ്ടെങ്കിൽ 2U/c, 2 എന്നുള്ള ടേമും കൂടി വരും എന്നുള്ള ആലോചിക്കുക. നെക്സ്റ്റ് വൺ ഈസ് EM, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഒന്നെങ്കിൽ ഫ്രീക്വൻസി ഓർഡേഡ് അറേഞ്ച്മെന്റ് ആവാം, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഓർഡേഡ് അറേഞ്ച്മെന്റ് ആവാം. അതിനെ വിളിക്കുന്ന പേരാണ് EM വേവ്സ് അല്ലെങ്കിൽ സ്പെക്ട്രം. ഈ സ്പെക്ട്രത്തിൽ നിങ്ങൾ ഓർക്കേണ്ട ഐഡിയ RMI/G. ഏതാണ് RMI/G? RMI/G റേഡിയോ, മൈക്രോ, ഇൻഫ്രാ, വിസിബിൾ, UV, എക്സ്റേ, ഗാമ. ഇത് എന്ത് ഓർഡറാ? ഡിക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓർ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. വേവ് ലെങ്ത് ഏറ്റവും കുറവായിരിക്കുക ഗാമക്ക, ഓനക്ക് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ. ആർക്കാണോ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ഓനക്ക് ഫ്രീക്വൻസി ഏറ്റവും കുറവായിരിക്കും. മനസ്സിലായോ? സോ റേഡിയോക്ക്, കാരണം നമുക്കറിയാം ന്യൂസ് ഈക്വൽ ടു C/λ. വേവ് ലെങ്ത് കുറവുള്ള ആൾക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമക്കാണെങ്കിൽ അയാൾക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ ഗാമയായിരിക്കും. വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ റേഡിയോക്കാണെങ്കിൽ അയാൾക്ക് ഫ്രീക്വൻസി ഏറ്റവും കുറവായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ അതിന്റെ ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് ഒന്ന് ഓടിച്ചു പോകാം നമുക്ക്. റേഡിയോ പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസ് ഇൻ എ കണ്ടക്ടിംഗ് വയർ, ഫ്രീക്വൻസി 500 kHz, 1000 MHz, ആപ്ലിക്കേഷൻ സെല്ലുലാർ ഫോൺ. ഇനി മൈക്രോവേവ്സ് ആകുന്ന സമയത്ത് സ്പെഷ്യൽ വാക്വം ട്യൂബ്സ്, ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺസ്, ഗൺ ഡയോഡ്സ്, ഡിറ്റക്ഷൻ ബൈ പോയിന്റ് കോണ്ടാക്ട് ഡയോഡ്, ആപ്ലിക്കേഷൻ റഡാർ സിസ്റ്റം, മൈക്രോവേവ്, ഡൊമസ്റ്റിക് പർപ്പസ്. ഓവനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇൻഫ്രാറെഡ് വേവ് ആവുന്ന സമയത്ത് വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾ, ഡിറ്റക്ഷൻ, തെർമോഫൈൽസ്, ബോളോമീറ്റർ, ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിക് ഫിലിംസ്. ആപ്ലിക്കേഷൻസ് യൂസ്ഡ് ഇൻ റിമോട്ട് സ്വിച്ചസ് for TV set, maintain average temperature through greenhouse effect, infrared lamps, infrared detector, visible light. മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും വിസിബിൾ ആയിട്ട് 400 നാനോമീറ്റർ ടു 700 നാനോമീറ്റർ, ഫ്രീക്വൻസി 4 × 10⁻14 Hz ടു 7 × 10⁻14 Hz. UV rays, വേവ് ലെങ്ത് 4 × 10⁻7 മീറ്റർ ടു 6 × 10⁻10. വെരി ഹോട്ട് ബോഡീസ് ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് സോഴ്സ് തന്നായിരിക്കും. ആപ്ലിക്കേഷൻ ലേസിക് സർജറി ഉണ്ട്. കിൽസ് ജെംസ് ഇൻ എ പ്യൂരിഫയർ, ഡിറ്റക്ഷൻ ഫോട്ടോസെൽസ്, ഫോട്ടോഗ്രാഫിക് ഫിലിംസ്. ദെൻ എക്സ്റേസ്, high energy electrons striking metal target, wavelength 10 nanometer to 10⁻⁻4 nanometer, diagnostic tool, treatment of cancer, photographic film, Geiger tubes, ionization chamber. Last one is gamma rays, produced in nuclear reactions, radioactive decay of nucleus, wavelength range 10 nanometer to 10⁻⁻14 nanometer, in medicine to decay cancer cells. These are the applications. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഈ മൈക്രോ EM സ്പെക്ട്രം പഠിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും ഓർഡർ, ഡിക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തും ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയും മനസ്സിലാക്കി വെച്ച് എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷനും അതേപോലെ ഫ്രീക്വൻസി റേഞ്ചും അതിൻ്റെ ആപ്ലിക്കേഷനും പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ചോദ്യം ഇതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആണ്. സോ ആ ചോദ്യം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു EM വേവിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ഉഷാറായിട്ട് പഠിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളുടെ ഡേയ്സ് എത്താനായി. നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾ എല്ലാവരും എത്തട്ടെ. ബൈ.